ഹായ് നമസ്കാരം, അഭിലാഷ് ആട്ടായാണ്. ഒപ്പം എന്താ പറയുക, സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ചാരിറ്റി അതുപോലെ തന്നെ സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്ത് പല സിനിമ വർക്കുകൾ അസോസിയേറ്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാരി എന്നോടൊപ്പം ഉണ്ട്. വേറെ ആരുമല്ല, ഒരു പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അതെ, കണ്ണകി. അതൊരു വെറൈറ്റി പേരാണല്ലോ. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം? കണ്ണകി എനിക്ക് കൊടുങ്ങല്ലൂർ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവമേ. ശരി. ഇപ്പോൾ കുറേ മൂവീസൊക്കെ ചെയ്തു അല്ലേ? ഇപ്പോൾ ലക്ഷ്യം സിനിമയാണല്ലേ? അതെ അതെ അതെ. അപ്പോൾ എന്തായാലും സിനിമയിൽ എന്താണ്, ആക്ടിംഗ് ആണോ അതെയോ അതായത് എഴുത്താണോ ഡയറക്ഷനാണോ? അങ്ങനെ ഇപ്പോൾ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടം. ആക്ടിംഗ് ആണല്ലേ? വേറെ കാര്യം, ഒരു ആർട്ടിസ്റ്റിൻ്റെ ലുക്ക് ഉണ്ട്, ഷംന കാസിം. ആണോ? ഉണ്ട്, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓക്കെ, നദിയ മൊയ്തു. ഓക്കെ, ഫ്ലാഷ് സിനിമയിലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ലുക്ക് ഉണ്ട്. ഫ്ലാഷിലെ ഓക്കെ മനസ്സിലായി. അതെ, ഇത് മുടി ഇങ്ങനെ വെട്ടിക്കണോണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അടിപൊളി. എന്തായാലും നേരത്തെ ഒരുപാട് പനങ്കുല പോലത്തെ മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം വേറെ മോഡലിലേക്ക് മാറി. വിജയശാന്തിനെ ഓർമ്മപ്പെടുത്തുന്ന വേഷങ്ങൾ ചെയ്യാനാണെന്ന് തോന്നുന്നു. എന്തായാലും അപ്പോൾ ഞങ്ങൾ ഇനി ഒരുമിച്ച് വരെ വർക്കുകളൊക്കെ ആയിട്ട് പോവുകയാണ്. സപ്പോർട്ട് ഉണ്ടാവുക അല്ലേ? ഒരു ഷോർട്ട് ഫിലിമൊക്കെ ഇന്ന് ചെയ്തു. അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കലിപ്പ് ഇറങ്ങുന്നതായിരിക്കും അല്ലേ? അതെ. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്യും. ഗുഡ് ലക്ക് കൃഷ്ണൻ്റെ കലിപ്പ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ കണ്ണകിക്കൊപ്പം അഭിലാഷ് ആട്ടായ.